നാളെയാണ് രാഹുൽ ഗാന്ധി വരുന്നത്. കട്ട വെയിറ്റിംഗില്ല. ആ യതിപൂജയിൽ 25-ൽ പരം ഇസ്ലാം പണ്ഡിത ശ്രേഷ്ഠന്മാരും 35-ൽ പരം കേരളത്തിനകത്തും പുറത്തുമുള്ളതായിരിക്കുന്ന ബിഷപ്പുമാരും സഭയുടെ പരമാധ്യക്ഷന്മാരും ഭാരതത്തിലെ 50-ൽ പരമുള്ള സന്യാസി ശ്രേഷ്ഠന്മാരെയും ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ള സനാതന ധർമ്മത്തെ ഉൾക്കൊള്ളുന്നതായിരിക്കുന്ന യതിപൂജയാണ് ഇതിലേറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ചടങ്ങ്. എല്ലാ തലമുറയിലും പെട്ടവരും ഇതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ്. നമസ്കാരം. നമ്മുടെ കൊല്ലത്ത് എനിക്ക് ഈ പിറകിൽ കാണുന്ന ഈ പടുകൂറ്റൻ വേദിയിലാണ് നാളെ ആ ചരിത്ര മുഹൂർത്തം നടക്കുന്നത്. ആയിരങ്ങൾ എത്തുന്ന പരിപാടിയിൽ രാഹുൽ ഗാന്ധിയും. എന്താണെന്നല്ലേ കാണാം. ഇവിടെ ഒരു മഹാസമ്മേളനം നടക്കുകയാണെന്ന് ഇതിനോടൊക്കെ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കുകയാണ്. ഇതൊരു ചരിത്ര നിമിഷമാണ്. കാരണം ഭാരതത്തിൻ്റെ സനാതന ധർമ്മ മൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഗാന്ധിജിയും ഗുരുവും 100 വർഷങ്ങൾക്ക് മുമ്പ് ശിവഗിരി മഠത്തിൽ നിന്ന് എടുത്ത ആ ദൃഢനിശ്ചയപരമായിരിക്കുന്ന ഒരു തീരുമാനം, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, വർണ്ണവ്യത്യാസങ്ങളില്ലാതെ കൊണ്ട് ഭാരതത്തിലെ സമസ്ത ജനങ്ങളെയും ഒന്നായി കാണണമെന്ന ഗുരുവിൻ്റെ നിർദ്ദേശത്തെ ഗാന്ധിജി ഉൾക്കൊണ്ടുള്ളതിൻ്റെ 100ാമത് ആഘോഷമാണ് ഇവിടെ നമ്മൾ കൊല്ലം ആശ്രമ മൈതാനത്ത് വെച്ച് നടത്താൻ പോകുന്നത്. അതിൽ വർണ്ണവ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് നമ്മളിവിടെ നിർവഹിക്കാൻ പോകുന്ന ഭാരത ചരിത്രത്തിലെ ആദ്യമായ ഒരു ധന്യമുഹൂർത്തം എന്ന് പറയുന്നത് യതിപൂജ എന്ന ഒരു ചടങ്ങാണ്. ആ യതിപൂജയിൽ 25-ൽ പരം ഇസ്ലാം പണ്ഡിത ശ്രേഷ്ഠന്മാരും 35-ൽ പരം കേരളത്തിനകത്തും പുറത്തുമുള്ളതായിരിക്കുന്ന ബിഷപ്പുമാരും സഭയുടെ പരമാധ്യക്ഷന്മാരും ഭാരതത്തിലെ 50-ൽ പരമുള്ള സന്യാസി ശ്രേഷ്ഠന്മാരെയും ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ള സനാതന ധർമ്മത്തെ ഉൾക്കൊള്ളുന്നതായിരിക്കുന്ന യതിപൂജയാണ് ഇതിലേറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ചടങ്ങ്. തുടർന്ന് രാഹുൽ ഗാന്ധി ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതും ആയിരിക്കും. 1925-ലാണ് ശിവഗിരിയിലെ മഹാത്മാഗാന്ധിയുടെയും ഗുരുദേവൻ്റെയും സംഗമം. 100ാം വർഷത്തിൻ്റെ ഒരു പുനരാവിഷ്കരണം ഇവിടെ നടക്കുകയാണ്. അതിൽ പങ്കെടുക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് എന്നുള്ളതിൽ ഞങ്ങൾക്ക് വലിയ അഭിമാനമാണ്. ശിവഗിരി മഠത്തിൻ്റെ അധിപന്മാരെ ഇതിനെല്ലാം സപ്പോർട്ടും ചെയ്യുകയാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വലിയ സമ്മേളനമായിരിക്കും. ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ എല്ലാ നേതാക്കളും മഠത്തിലെ ആളുകളും നിങ്ങൾ കാണുന്നില്ലേ, സ്വാമിമാരവിടെ നിൽക്കുന്നുണ്ട്. അവരുടെയും കൂടി ഒരു നേതൃത്വത്തിൽ ഈ കാര്യങ്ങളെല്ലാം ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി വരുന്നു. അപ്പോൾ 100 വർഷം തികയുകയാണ്. പിന്നീട് കേരളം ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായി. ഇപ്പോഴും ആ കൂടിക്കാഴ്ച മുന്നോട്ട് വയ്ക്കുന്ന തത്വചിന്തയ്ക്കും ദർശനങ്ങൾക്കും വലിയ പ്രാധാന്യം നമ്മുടെ സമൂഹത്തിലുണ്ട്. നാളെ ശിവഗിരി മഠവും അതുപോലെ തന്നെ രാജീവ് ഗാന്ധി പഠന ഗവേഷണ കേന്ദ്രം കൂടെ സംയുക്തമായിട്ടാണ് ഈ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഈ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് നാളെ രാവിലെ 11 മണിക്ക് ഇവിടെ എത്തിച്ചേരും. എല്ലാവരും ഈ മഹാസമ്മേളനത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്.